നമസ്കാരം സ്നേഹത്തുമ്പികളെ. ഒരു കെട്ട് കാശ് വാങ്ങിച്ചു വെച്ചുകൊണ്ട് ഒരു പരസ്യം ചെയ്യാനാണ് നീ വന്നിരിക്കുന്നതെന്നറിയാം എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട എന്നൊരു ഡിസ്ക്ലൈമറോടുകൂടി അവസാനം വരെ വീഡിയോ ഫുൾ കാണണം, പൂർണ്ണമായിട്ടും കാണണം എന്ന അഭ്യർത്ഥനയോടുകൂടി തുടങ്ങുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി ജംഗ്ഷനിലുള്ള സരോജ് ആയുർ കെയർ ആയുർവേദിക് ക്ലിനിക്കിലാണ്. അപ്പോൾ എല്ലാ ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളിലുമൊക്കെ ഇപ്പോൾ ഇനി കർക്കിടക മാസമൊക്കെ വരുന്നു, സുഖചികിത്സകളൊക്കെ വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷനായിട്ടൊന്നും ആരും കാണരുത്. എന്തെങ്കിലും ഒരു നന്മയോ ആവശ്യമോ പ്രയോജനമോ ഇല്ലാത്ത കാര്യത്തിന് ഞാൻ മെനക്കെടില്ലെന്ന് എൻ്റെ സ്നേഹത്തുമ്പികൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രമാണിത്. എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് പറയാം. ഒരുപാട് നിർധനരായിട്ടുള്ള രോഗികൾക്ക്, ചികിത്സ ആവശ്യമുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് ഇവിടെ ചികിത്സ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ബാബുചേട്ടനൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്താണ് കേട്ടോ, അല്ലേ ബാബുചേട്ടാ? എന്ത് ട്രീറ്റ്മെന്റ് ആയിരുന്നു? എനിക്ക് നടുവേദന, വണ്ടി ഓടുമ്പോഴേക്കും. ഇപ്പൊ എങ്ങനെയൊക്കെ ഉണ്ട്? വളരെ സുഖമാണ്. വലിയൊരു വലിയ കാര്യമല്ലേ ഓരോരുത്തരൊക്കെ ലക്ഷക്കണക്കിന് രൂപയൊക്കെ വാങ്ങിച്ചതൊക്കെ ചെയ്യുമ്പോൾ. പൈസ ഒന്നും വാങ്ങിയില്ല, ഫ്രീ ആയിട്ട് ചെയ്തു തന്നെ. അതുപോലെ തന്നെ റോഡ് അരികുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് ആരും സഹായിക്കാനില്ലാത്ത ആളുകൾ, ഒരുപാട് രോഗത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ. അവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് സൗജന്യമായിട്ട് മരുന്നുകളും എണ്ണയും ഇവിടെ നിന്ന് ലഭ്യമാകുന്ന ആയുർവേദിക് ട്രീറ്റ്മെൻ്റ് ആണല്ലോ, അതൊക്കെ കൊടുത്ത് ഇവർ വിടാറുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പണവും കൊടുത്ത് വിടാറുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരുപാട് നന്മകൾ, സമൂഹത്തിന് വേണ്ട ഒരുപാട് നന്മകൾ ഇവരിങ്ങനെ കണക്ക് കൂട്ടി ചെയ്യുന്ന ആളുകളാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. ഇപ്പോൾ ബിസിനസ്സാണ്, വലിയ ബിസിനസ്സാണ് ഈ സ്പാ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. ആ ഒരു വാക്ക് ഞാനിവിടെ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഞാൻ ആദ്യം തന്നെ പറയട്ടെ, സ്ത്രീകൾക്ക് സ്ത്രീകളും പുരുഷന്മാർക്ക് പുരുഷന്മാരുമൊക്കെയാണ് ഇവിടെ മസാജ് ചെയ്യുന്നത്. അതുകൂടാതെ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് വരാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു തന്ന നന്മയെക്കുറിച്ച് പറയാം. കുട്ടികളാണല്ലേ നമ്മുടെ സമ്പത്ത്. അപ്പോൾ അവർ നല്ല ശക്തരായിട്ട് വളരണ്ടേ, നല്ല പ്രതിരോധ ശേഷി വേണ്ടേ? അതിനൊക്കെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ആയുർവേദിക് ക്ലിനിക്കുകളിൽ നടക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാമോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരം നഗരത്തിലുള്ള ഒരു സ്കൂൾ അടച്ചിടേണ്ടി വന്നു. ഒരു കുട്ടി പനി ബാധിച്ച് മരിച്ചു. പണ്ടൊക്കെ നമ്മൾ എത്രമാത്രം ആറ്റിലും തോട്ടിലും ഒക്കെ മുങ്ങി കുളിച്ചിട്ടുണ്ട് അല്ലേ? തല പോലും തോർത്താതെ നമ്മൾ കയറി ഓടി വീടുകളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമുക്കാർക്കും ഒരു അസുഖവും വന്നിട്ടില്ല. ഇപ്പോൾ ഒരു പെൺകുട്ടി പനി കാരണം മരിച്ചു. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരു തുള്ളി വെള്ളം തലയിൽ വീണാൽ അടുത്ത ദിവസം നമുക്ക് എഴുന്നേറ്റ് പൊങ്ങാൻ പറ്റില്ല. പനി വിവിധ തരം പനികളും പെട്ടെന്ന് നമ്മുടെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കുട്ടികൾക്കൊരു മോചനം വേണം. നമ്മുടെ പുതിയ തലമുറ നല്ല ഇമ്മ്യൂണിറ്റി ഉള്ളവരാകണം. അതുകൊണ്ട് ഇവിടെ അവർക്ക് വന്നാൽ, നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതുപോലെയുള്ള എൻ്റർടൈൻമെൻറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൂടാതെ മതിയാകുന്നത് വരെ അവർക്ക് കുളിച്ച് രസിക്കാം. ഈ കുളി എന്ന് പറയുന്നത് വെറുതെ നമ്മുടെ ശരീരം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ മാത്രമല്ല, അത് നമ്മുടെ പ്രതിരോധ ശേഷിക്ക് കൂടി വളരെ തുണയാകുന്ന ഒരു കാര്യമാണ്. പല്ല് തേച്ച് കുളിയെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഒരു കഷായം തരാം, കുടിക്കണം. ഓക്കെ, അതാ ആദ്യമോ കുടിയേ. ചോദ്യം വരണം. ഇത് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടണം, ആക്റ്റീവായിട്ട് നടക്കണ്ടേ എപ്പോഴും, അതിന് വേണ്ടിയിട്ടാണ്. അതാ കുടിക്കും, മൊത്തം കുടിക്കണം. പിടിച്ചോ മൊത്തം പിടിച്ചോ. പിന്നെ ഇവിടെ പ്രമേഹ രോഗികൾക്കും കൊച്ചു കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള, ഒരുപാട് തരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പ്രസവരക്ഷാ പരിചരണം വളരെ മികച്ച രീതിയിൽ ഇവിടെ നിന്ന് ലഭ്യമാകുന്നുണ്ട് കേട്ടോ. അതിനുള്ള സേവനം, പിന്നെ ആണിരോഗത്തിനുള്ള ചികിത്സ, മഡ് ബാത്ത്, സ്റ്റീം ബാത്ത്, ബോഡി മസാജ്, ഞവര ട്രീറ്റ്മെൻറ്റ്, അമിതവണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ, ഗർഭാശയം നീക്കം ചെയ്തതിന് ശേഷമുള്ള ആരോഗ്യ പരിചരണം, ENT സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള പരിഹാരം, മാനസിക വിഭ്രാന്തിക്കുള്ള പരിഹാരമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അസുഖം എന്തു തന്നെ ആയാലും പ്രാർത്ഥനയോടും വിശ്വാസത്തോടുമൊക്കെ അവിടെ ചെല്ലുകയാണെങ്കിൽ ഉറപ്പായും പരിഹാരം ലഭിക്കും. പല വിധത്തിലുള്ള ശാരീരികവും മാനസികവുമായ പല സങ്കീർണതകൾക്കും ആയുർവേദത്തിലൂടെയും പ്രകൃതിചര്യയിലൂടെയും ഈ സരോജ് ആയുർ കെയർ നൽകുന്ന പരിചരണവും സംരക്ഷണവും ഒക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പ്രയോജനപ്പെടുത്തണം. സ്ട്രോക്ക് വന്ന് ശരീരം ഭാഗികമായിട്ട് ബലക്ഷയം സംഭവിച്ച ഒരു വ്യക്തി വന്നിട്ട് വെറും 2 ദിവസം കൊണ്ട് വളരെ ഇമ്പ്രൂവ് ആയ ഒരു വിവരവും അവരെന്നോട് പങ്കുവെച്ചു കേട്ടോ. അതെ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇപ്പോൾ ബിസിനസ്സും വലിയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രഹസനങ്ങളും ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഒരുപാട് പേര് വലിയ വലിയ തുകകളൊക്കെ കൊടുത്ത് പറ്റിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ആളുകളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഒന്നുമില്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആളുകൾക്കും വരുന്ന തലമുറയ്ക്കൊക്കെ കുറച്ച് നന്മകൾ കൂടി ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ
കുറച്ചുകൂടി ഉപയോഗിക്കപ്പെടണം എന്നൊരു ചിന്ത എനിക്കുണ്ട്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർക്കെങ്കിലും ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്കെല്ലാം കോൺടാക്റ്റ് ഡീറ്റെയിൽസും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് ഇങ്ങനെ പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്നൊന്നും ആർക്കും തോന്നാതിരിക്കണം. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്.